ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു വേറെ രീതിയിൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് വെരി ഈസിയാണ്. ചെറിയ തോതിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫുൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ഗീ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി നല്ലോണം ഉടഞ്ഞിട്ട് നല്ലോണം സ്മാഷായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം അത് നല്ല ഒന്ന് പ്യൂരിയായിട്ട് വന്നു കഴിഞ്ഞാലാണ് പച്ചമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം ഇത് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കണക്കായിട്ടുള്ള സ്പൈസസ് കൂട്ടിയാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ അത്ര ഗാർലിക്കിൻ്റെ പേസ്റ്റും. പിന്നെ എല്ലാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഗ്രൈൻഡറിലൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം 2 കപ്പോളം ഉള്ളി പൊരിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചപ്പലിട്ട് കൊടുത്തിട്ട് കരിവേപ്പില, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് ഞാൻ ചേർക്കുന്നത് ഉപ്പും ജീരകപ്പൊടിയും ആണ്. അപ്പോൾ ഗരം മസാല പൊടിയും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് അനുസരിച്ച് ഇതാ. ഇപ്പോൾ നമ്മളെ മസാലയുടെ നല്ല മസാല ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് സൈഡാക്കി വെക്കാം. ഇപ്പോൾ 1 കിലോ ചിക്കനിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ മസാലപ്പൊടികളാണ് ഞാൻ ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്ക്രീനിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കരിവേപ്പില പുതിനയും എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് തൈരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 കപ്പോളം തൈരാണ് എടുക്കുന്നത്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് 1 ടേബിൾ സ്പൂൺ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് നേരത്തെ മാരിനേറ്റ് ആക്കി വെച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് 1 കിലോ ചിക്കനല്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് അതിൻ്റെ നെയ്യ് അടക്കം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം ചിക്കനിലും ഉപ്പുണ്ട്, ഗ്രേവിയിലും ഉപ്പുണ്ട്. അപ്പോൾ ബാക്കി വന്ന മാരിനേഷൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കരിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ചൂട് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ചൊന്ന് ചിക്കനൊക്കെ നല്ല പാകമായി കഴിഞ്ഞാൽ ഓഫാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറിൻ്റെ പണിയാണ്. ചോറ് സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ. അറിയാത്തവർക്ക് 1 ഉള്ളി, ഗരം മസാല അതെല്ലാം കൂടി ഇട്ടിട്ട് 2 കപ്പ് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ കുഞ്ഞരി എന്നെല്ലാം പറയുന്നില്ലേ, അപ്പോൾ അതും കൂടി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ആദ്യം ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അരി നല്ലോണം റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ബിരിയാണിക്ക് ചൂട് ബോയിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് അരിക്ക് 1 ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. അതാണ് എൻ്റെ അളവ്. അത് കറക്റ്റ് അളവാണ്. ഇപ്പം കുക്കിംഗ് അറിയാത്തവർക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്താൽ മതി. ദം ബിരിയാണി ആയതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈഡ് ചിക്കൻ അല്ലേ, അപ്പോൾ ഇത് മസാല ഇങ്ങനെ ഉണ്ടാവില്ല, ലിക്വിഡ് അല്ല, നീര് ഉണ്ടാവില്ല. ഈ മസാല പോലെ നമ്മളെ പെരട്ടിയ പോലെ ഇല്ലേ, അങ്ങനെയാണ് ഈ ബിരിയാണീൻ്റെ മസാല ഉണ്ടാവുക. അപ്പോൾ അത് ഞാൻ മിഡിൽ ലെയറിലാണ് ഇട്ട് കൊടുക്കുന്നത്. ചപ്പും പിന്നെ നട്ട്സ്, പിന്നെ ഉള്ളി പൊരിച്ചത് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചോറ് പകുതി ചോറാണ് ഞാൻ ആദ്യം എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ഈ പാത്രത്തിലെ മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് ചോറ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള ഗാർണിഷിങ് എല്ലാം നമ്മൾ സാധാരണ ബിരിയാണിക്കെല്ലാം വെക്കുന്ന പോലെ തന്നെ ഉള്ളി പൊരിച്ചതും ചപ്പുകളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗീയും ഒന്ന് തടയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദമ്മിടാം. എന്നിട്ട് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണിയാണ്. ആക്ച്വലി ഇതിന് അത്ര തീരെ നീരില്ല, വെള്ളമില്ലാണ്ട് പുരട്ടിയെടുക്കുന്ന ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരും ഫ്രൈഡ് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇങ്ങനെ തയ്യാറാക്കുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സാലഡും ചട്നിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിട്ടുണ്ടായാലും. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഈ പെരുന്നാൾക്ക്